കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളയമ്പലം ശാസ്തമംഗലം യൂണിറ്റിൻ്റെ കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കുടുംബക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായ മരണപ്പെട്ടുപോയ വിജയൻ നായർ, ശ്രീകുമാരൻ നായർ എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് SS മുകുന്ദേഷ് അധ്യക്ഷനായ ചടങ്ങ് S അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ നിർവഹിച്ചു. ഹരിത കർമ്മസേന പ്രവർത്തകർക്കുള്ള സ്നേഹക്കോടി വിതരണം ശാസ്തമംഗലം വാർഡ് കൗൺസിലർ മധുസൂദനൻ നായർ നിർവഹിച്ചു. വ്യാപാരി ശബ്ദം മാസികയുടെ വരിസംഖ്യ ഏറ്റുവാങ്ങൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി Y വിജയൻ നിർവഹിച്ചു. കുടുംബക്ഷേമ പദ്ധതിയിലെ പുതിയ അംഗത്വം സ്വീകരിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളർട രാജേന്ദ്രൻ നിർവഹിച്ചു. മെമ്പർഷിപ്പ് വരിസംഖ്യ സ്വീകരിക്കൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോഷി ബസു, ചാരിറ്റി സഹായം ജില്ലാ ട്രഷറർ ഷിറാസ് ഖാൻ നിർവഹിച്ചു. രാജേഷ് കുമാർ, കുടപ്പനക്കുന്ന് അനിൽകുമാർ, വട്ടിയൂർക്കാവ് അജിത് കുമാർ, രവീന്ദ്രൻ നായർ, ശിവകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ KB ഹരിലാൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. യോഗത്തിൽ മുതിർന്ന വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ശാസ്തമംഗലത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും വ്യവസായികളും പങ്കെടുത്തു. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു പരിപാടിയിൽ ഞാനൊരു 15-ലധികം തവണ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ 169 ആളുകൾക്ക് ഈ സഹായധനം വിതരണം പൂർത്തീകരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 16,70,00,000 രൂപ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സഹായധനം വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ജയചന്ദ്ര സാർ എന്നോട് പറയുകയായിരുന്നു, വക്കീലന്മാർക്ക് വേണ്ടി പണ്ട് അദ്ദേഹം ബാർ കൗൺസിലിന്റെ ഭാരവാഹി കൂടി ആയിരുന്നല്ലോ. ആ സമയത്ത് അഭിഭാഷകർക്ക് വേണ്ടി അത്തരമൊരു പരിപാടി ആലോചിച്ചതാണ്. പക്ഷെ ഈ വക്കീലന്മാർക്ക് ഫീസ് വാങ്ങിച്ചിട്ടേ ചരിത്രമുള്ളൂ, കൊടുത്തിട്ട് വലിയ പ്രയാസമാണ്. അപ്പൊ അത് കാരണം അത് നടക്കാതെ പോയ കാര്യം അദ്ദേഹം ഇപ്പൊ സൂചിപ്പിക്കുകയായിരുന്നു. അവിടെയാണ് വ്യാപാരികൾ വളരെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് വന്ന് 169 ആളുകൾക്ക് 10 ലക്ഷം രൂപ വെച്ച് സഹായധനം നൽകിയിരിക്കുന്നത്. നേരത്തെ ശ്രീ മുകുന്ദേഷ് സൂചിപ്പിച്ചതുപോലെ കുടുംബനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഈ തുക ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കൊടുക്കുന്ന സഹായം ആ കുടുംബനാഥന് പകരമാകില്ല എന്നും നമുക്കറിയാം. പക്ഷേ ആ കുടുംബനാഥന്റെ വേർപാടിന് ശേഷം ഒരു ചെറിയ കൈത്താങ്ങ് അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഒരാള് വിസ്മൃതിയിലേക്ക് പോയാൽ പിന്നെ അയാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ സമയവുമില്ല, നേരവും ഇല്ലാത്ത ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു ചെറിയ കൈത്താങ്ങെങ്കിലും പിൻതലമുറയ്ക്ക് ലഭിക്കാൻ ഇടയാകുന്നു എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. ആ നിലയിൽ അതിൻ്റെ ഒരു വലിയ വിലമതിക്കാനാകാത്ത ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത്തരമൊരു നല്ല സ്കീം വ്യാപാരികൾക്ക് വേണ്ടി കൊണ്ടുവന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ നന്മ നിറഞ്ഞൊരു കാര്യമാണ്. ആ നന്മ നിറഞ്ഞ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ.
ഇപ്പോൾ ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. മറ്റു പല സ്കീമുകൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ധനീഷ് ചന്ദ്രൻ, ഞാൻ മേയറായിരിക്കുമ്പോഴേ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ശ്രീ വൈ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്ന് ഞങ്ങളൊക്കെ പ്ലാസ്റ്റിക് നിരോധനമൊക്കെ ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുറേയൊക്കെ സഹകരിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളാണ്. അപ്പൊ അന്ന് മേയർ എന്ന നിലയിൽ നടപ്പാക്കാൻ ശ്രമിച്ച പല കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവായിട്ട് ഈ സംഘടന പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ 2 വർഷം മുമ്പ് തുടങ്ങിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് വ്യാപാരി മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുക എന്നുള്ള രീതിയിൽ തുടങ്ങിയ പദ്ധതി. നിലവിൽ നമ്മുടെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വ്യാപാരികൾ ആരും തിരിഞ്ഞു നോക്കുവാനില്ല എന്നുള്ള ഒരു അവസ്ഥയും മാറി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ വ്യാപാരി മരിച്ചാൽ ആ കുടുംബത്തിന് തന്നെ തണ്ടായി 10 ലക്ഷം രൂപ നൽകുകയും അതിൽ കൂടെ ആ വ്യാപാരിയുടെ കുടുംബം ഒരു ജീവ ഇതിലോട്ട് വായുവിലോട്ട് വരിക എന്നുള്ള ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ 10,000-ഓളം വ്യാപാരികൾ അവരുടെ ദുഃഖം രേഖപ്പെടുത്തിയത് 100 രൂപ വീതം ആ കുടുംബത്തിനെ സഹായിക്കാൻ തീരുമാനിച്ചുകൊണ്ട്. ആ തീരുമാനം ഒരു വലിയ സന്തോഷം ഉള്ള കാര്യമാണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ പെരിങ്ങമല രാമേന്ദ്രൻ സാറ് ഈ പ്രോജക്റ്റ് ആദ്യമായി ജില്ലാ എക്സിക്യൂട്ടീവിൽ പറയുമ്പോൾ അവർ വേറെ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചിട്ടാണ് വന്നത്. ഞാൻ ഇത് നടക്കുമോ, കാരണം പുതിയ പുതിയ കാര്യങ്ങൾ പലത് എൻ്റെ മനസ്സിൽ വന്നതാണ്, പക്ഷെ ഇങ്ങനൊരു കാര്യം മനസ്സിലേ വന്നിട്ടില്ലായിരുന്നു. ഇതെങ്ങനെ നടക്കുമെന്ന് വളരെ ഉത്കണ്ഠയോടുകൂടി കേട്ട ഒരാളാണ്. പക്ഷേ കൂടെ അന്നത്തെ ട്രഷറർ, അന്നത്തെ ജനറൽ സെക്രട്ടറി വിജയൻ ചേട്ടൻ, ട്രഷറർ ധനീഷ് ചന്ദ്രൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ പുതിയ ഒരു കമ്മിറ്റിയിലേക്ക് വന്നെങ്കിൽ പോലും അന്നത്തെ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ട്രഷറർ തന്നെയാണ് ഇന്നത്തെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒരു പോറലും വരാതെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 160ഓളം പേർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ഇത് 169ാമത്തെ ആളുകൾക്കാണ് കൊടുക്കുന്നത്. അതായത് ഈ ജില്ലയിൽ 169 കുടുംബങ്ങൾക്ക് ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം 18 കോടിയോളം രൂപ നമ്മുടെ പാവപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നമ്മുടെ വിശ്വാസമുള്ള ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വലിയ ഒരു ദൈവികമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ഒരു മനുഷ്യത്വമാണ്. തീർച്ചയായും മരണം, ജനനം എന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അംഗീകരിച്ചേ പറ്റും. നമ്മളോടൊപ്പം വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന 2 സഹോദരന്മാർ, ആ സഹോദരന്മാർ മരണപ്പെടുമ്പോൾ താൻ വെച്ചിട്ട് പോയ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്ത് സഹായം നൽകാൻ കഴിയും എന്ന ചിന്ത ഇതിൽ അംഗമായിരിക്കുമ്പോൾ പോലും ആർക്കുമില്ല. ഞാനിവിടെ ശ്രീ വൈ വിജയനെ കണ്ടപ്പോൾ പറയുകയായിരുന്നു, ഏതാണ്ട് ഞാനും ശ്രീ വിജയനുമായി ഒരു 1/2 നൂറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പേര് ശ്രീ വൈ വിജയൻ്റെ പേരാണ്. കാരണം വിജയൻ്റെ ഈ സംഘടന രൂപീകരിക്കുന്ന കാലം മുതൽ അതിൻ്റെ ആദ്യകാല സംഘാടകരിൽ ഒരാളെന്ന നിലയിൽ വിജയൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10-40 വർഷങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ MLA സൂചിപ്പിച്ചു, ഇങ്ങനെയൊരു സംവിധാനം ആലോചിക്കുന്നതിന് കേരളത്തിൽ ഏതാണ്ട് 77,000-ഓളം അഭിഭാഷകർ കേരളത്തിൽ മാത്രമുണ്ട്.
ഞാൻ കേരളത്തിലെ അഭിഭാഷകരുടെ അപ്പെക്സ് ബോഡിയായ ബാർ കൗൺസിലിൻ്റെ ചെയർമാനായും ഇപ്പോൾ ഇതിൻ്റെ മെമ്പറായും പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ 28 വർഷങ്ങളായി ഞാൻ ആ ബാർ കൗൺസിലിലെ മെമ്പറാണ്. അക്ഷീണമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലെ അഭിഭാഷകർക്ക് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റി. ആ സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നടത്തുന്നത് IMA എന്ന് പറയുന്ന സംഘടനയാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അംഗമായ ഒരു ഡോക്ടർ മരണപ്പെട്ടാൽ ആ ഡോക്ടറുടെ വീട്ടിൽ ആ ശവസംസ്കാരം നടക്കുന്നതിന് മുൻപ് ഇപ്പോൾ അവർ 40 ലക്ഷം രൂപ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ IMA എന്ന സംഘടനയോട് ഈ സംവിധാനത്തിൻ്റെ ബൈലോ പലപ്പോഴും സംഘടിപ്പിച്ച് കേരളത്തിലെ അഭിഭാഷകർക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ട് നാളിതുവരെ നടക്കാതെ പോയതിൻ്റെ കാരണം ഇവിടെ MLA പറഞ്ഞതുപോലെ അഭിഭാഷകർക്ക് കൈനീട്ടി ഫീസ് വാങ്ങിയ പരിചയമേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തുള്ള പരിചയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ മുടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് സഹായം എത്ര അംഗങ്ങളുണ്ടോ ആ മുഴുവൻ അംഗങ്ങളുടെയും തുക ഒരുമിച്ച് സമാഹരിച്ച് കൊടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ ഒരു രജിസ്റ്റർ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ രജിസ്റ്റർ എന്താണെന്ന് ചോദിച്ചപ്പം ഇത് കൊടുത്തതിൻ്റെ സാക്ഷികളാണ്. ഇത്രയും അധികം സുതാര്യമായി ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏതാണ്ട് 17 കോടി രൂപയോളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക ഈ കുടുംബങ്ങൾക്ക് നൽകുക എന്ന് പറഞ്ഞാൽ, അത് 17 കോടി രൂപ നൽകുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്കല്ല, തുച്ഛമായ ആളുകൾക്ക്, മരണപ്പെടുന്ന ആളുകൾക്ക് ഇന്നിവിടെ കൊടുക്കുന്നത് 168ാമത്തെയും 169ാമത്തെയും ആളുകൾക്കാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ എല്ലാ അംഗങ്ങളും ആ രീതിയിൽ കണ്ട് വളരെ സുതാര്യമായി ഒരു പ്രസ്ഥാനം നടത്തുന്ന ഈ സംവിധാനം അത് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദന അർഹമാണ്. ചിന്ത്യ ടീ ഷോപ്പിന്റെ ഉടമ ചന്ദ്രേട്ടന്റെ മകളാണ്, ഡോക്ടറാണ്. എല്ലാവരും അതിനൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അനീഷ് നമ്മുടെ വ്യാപാരം എന്ന ഒരു തൊഴിൽ ചെയ്ത് കുടുംബത്തിന്റെ ഉപജീവനം നടത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി വളരെ ത്യാഗനിർഭരമായ മേഖലയിൽ വ്യാപാരം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നിരവധിയായ തിരിച്ചടികൾ ഉണ്ടായ ഈ ഒരു മേഖലയെ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തിരിച്ചടികൾ ഉണ്ടായ ഈ ഒരു മേഖലയെ ഇന്ന് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ വലിയ ഒരു പ്രയാസമായ ഒരു കാര്യമാണ്. ആ ഒരു വ്യാപാര രംഗത്ത് ഇന്ന് സർക്കാരിൻ്റെ നയവ്യതിയാനങ്ങൾ, വളരെ വലിയ സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റങ്ങൾ, അതോടൊപ്പം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി നമുക്ക് പറയാൻ കഴിയുന്ന ലോകമെമ്പാടുമുള്ള മാറ്റങ്ങൾ ഒക്കെ നമ്മുടെ ഈ ഒരു വ്യാപാരത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്നൊരു ദിവസത്തെ, പണ്ടുകാലത്ത് വ്യാപാരം ചെയ്ത് സമ്പാദിച്ച ആളുകൾ ഇന്ന് ഒരു ദിവസത്തെ നമ്മുടെ ദൈനംദിന പ്രവർത്തന ചെലവ് നടത്തിക്കുക എന്ന് തന്നെ വലിയ പ്രയാസമാണ്. ആ ഒരു സാഹചര്യത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന വലിയൊരു തിരിച്ചറിവ്, സർക്കാരിനൊക്കെ എന്തൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. സർക്കാരിൻ്റെ അവസ്ഥയും നമ്മുടെ മുന്നിൽ ബോധ്യമാണ്. പരിമിതമായ കാര്യങ്ങൾ മാത്രമേ സർക്കാരിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്തരം ഒരു വലിയൊരു പദ്ധതി കേരളത്തിലെ സംഘടിച്ചു നിന്ന വ്യാപാരികളെ, കഴിഞ്ഞ 44 വർഷമായി ഈ കേരള സംസ്ഥാനത്ത് നിരവധിയായ സമര പോരാട്ടങ്ങളിലൂടെ, നിരവധിയായ അവകാശ സംരക്ഷണത്തിലൂടെ ഒക്കെ നിലനിർത്തിയ ഈ ഒരു സംഘടന വ്യാപാരികളുടെ വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് കൂടി ഈ സംഘടനയുടെ ശക്തിയും കരുത്തും പ്രയോജനപ്പെടുത്തണം എന്ന നിലയിൽ
ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചു. എല്ലാവരും ഒന്ന് കൈയടിക്കണം. ശ്രീ വിനോദ് ഗോപിനാഥ് ഫാബ് ബ്യൂട്ടി പാർലർ, ശ്രീ ശ്രീകണ്ഠൻ നായർ ഫിൽമ ഷോപ്പ് പാങ്ങോട്, ശ്രീ സ്വദേശി ജോസി ബസോട്, പ്രസിഡന്റ് ശ്രീ മുകേഷ് നാവാരിയാണ്. എല്ലാവരും കൈയടിച്ച് ശ്രീ വിഷ്ണുറാം, നമ്മുടെ സംഘടന രക്ഷാധികാരി, കഴിഞ്ഞ നമ്മുടെ ഈ ശാസ്ത്രമന്ത്രിയോട് പോവുകയും 2023 മികച്ച വിജ്ഞാനുള്ള സത്യജിത്രായി ഫിലിം സൊസൈറ്റി അവാർഡിനെ ശ്രീ വിഷ്ണുറാമിന്റെ ആദരവ് ക്ഷണിച്ചു പോകുന്നു. എല്ലാവരും കൈയടിക്കണം. ആരാധന അനീഷ്, ആരാധന അനീഷ്, അമീർ ഹുസൈൻ നമ്മുടെ കമ്മിറ്റി മെമ്പറാണ്. ഒരാൾ മാറി, ഒരാൾ മാറി, ഓരോരുത്തരായിട്ടോ. നാൽപ്പത്തിനാല് വർഷക്കാലത്തിന് മുമ്പ് ഈ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഇതിൻ്റെ സൃഷ്ടികർത്താക്കൾക്കാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഈ 44 വർഷക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിലെ ഓരോ വ്യവസായികളെയും ഓരോ വ്യാപാരികളെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള വ്യാപാര വ്യവസായ ചെറുതും വലുതുമായ വ്യാപാരി സുഹൃത്തുക്കളെയൊക്കെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ പ്രസ്ഥാനത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഒരു അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മരണപ്പെട്ട രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ശ്രീമാരേട്ടനായാലും ശരി, ശ്രീ വിജയനായാലും ശരി, ഇവർ രണ്ടുപേരും എനിക്ക്, ആ കുടുംബം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളാണ്. അവരുടെ വിയോഗം അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടം മാത്രമല്ല, ഈ വ്യാപാരി സുഹൃത്തുക്കൾക്കും അവരൊരു നഷ്ടം തന്നെയാണ് എന്നുള്ളൊരു സത്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഇത്തരത്തിൽ കഷ്ടത നിന്നും അവർക്കൊരു മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആശ്വാസമല്ല, ഒരു വലിയൊരു ആശ്വാസമാണ്, വലിയൊരു കർത്തവ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു ധനവിഹിതമാണ് ആ കുടുംബങ്ങൾക്ക് നൽകുന്നുള്ളത് എന്നുള്ള യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന, കാരുണ്യ പ്രവർത്തനത്തിന് മുൻഗണന നൽകുന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും വ്യവസായ സുഹൃത്തുക്കളും തങ്ങളോടൊപ്പം ഉണ്ടാകും. അവർക്ക് കരുതലാണ് ഞങ്ങൾ എന്ന് ഇതിൻ്റെ അധികാരികൾ പറയുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും ഓരോ വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഉണ്ടോ എന്ന് മാത്രം ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട്, അത്തരത്തിലിവിടെ ആ പദ്ധതിയുടെ കടകളിൽ പോയി ആ മരണത്തിനുള്ള തുകകൾ കളക്ട് ചെയ്ത് ജില്ലാ വ്യാപാര ഭവനിൽ കൊണ്ടടയ്ക്കുന്ന ഇവിടുത്തെ കളക്ഷൻ ഏജന്റിനെ മറ്റെവിടെയും കാണാത്ത രീതിയിൽ ഇന്നിവിടെ ആദരിക്കുക. അതൊരു വളരെ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ് യൂണിറ്റ് കമ്മിറ്റി ചെയ്തത്. അതിന് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും